ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാൻ. അതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നു. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബിരിയാണി പച്ചരിയാണ്. ചെറിയ ഗ്ലാസ് അരിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ 2.5 ഗ്ലാസ് അരി ഞാനിത് ഈ കുക്കറിലോട്ടാണ് നമ്മളിത് എടുക്കണമെങ്കിൽ നമുക്ക് കണക്ക് കറക്റ്റ് അത് വെന്ത് വരുള്ളൂ. ഇതിന് ഇപ്പം ഞാൻ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്കാണ് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ അരി നമ്മൾ എത്ര എടുക്കുമോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളൊരു 10 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കും. 10 മിനിറ്റേ വെക്കാവൂ, അതിൽ കൂടുതൽ വെക്കരുത്. എന്നിട്ട് നമ്മൾ ബാക്കി വെള്ളം കുക്കറിലോട്ട് ഉറപ്പിച്ച ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ അരി വെള്ളം തോർത്തി എടുത്തിരിക്കുകയാണ്. വെള്ളം തോർത്തിയിട്ടുണ്ടാകും. നമ്മൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അരി നമ്മളിതിലോട്ട് ആഡ് ചെയ്യാണ്. നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ളത് ഇപ്പം 5.5 ഗ്ലാസ് വെള്ളം നമ്മളിതിനൊഴിച്ചിട്ട് ഒരു സ്പൂണിന് നെയ്യും കൂടെ നമ്മളിതിൽ കൂടെ 3 വിസിൽ, അതിൽ കൂടുതൽ പാടില്ല. ഉപ്പും കൂടെ ഇട്ട് 3 വിസിൽ കറിലിട്ട് വേവിച്ച ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ അതിൻ്റെ പരുവത്തിന് വെന്തിട്ട് ഇത്തിരി 1-2 സാധനങ്ങളും കൂടെ വയറ്റിട്ട് നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആക്കാൻ പോവുകയാണ്. ഞാൻ അതിനെ വേവിച്ചെടുക്കാനുള്ളത് 2 ബീൻസ്, നമുക്ക് അരിക്ക് ചേർന്ന ബീൻസും 2 ക്യാരറ്റും ഇതെല്ലാം കൂടെ നമ്മൾ ഒരുപാടൊന്നും വേണ്ട. ഇത് രണ്ടും കൂടെ പിന്നെ ഇവിടെ മലക്കറി വെച്ചാൽ പിള്ളേർ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ബീൻസും ക്യാരറ്റും അല്ലേ നല്ലത് തന്നെ, ഇത്തിരി കൂടുതൽ കിടന്നാൽ നമ്മുടെ വീട്ടിലുള്ളത് കുറച്ചിട്ടാലും മതി. തോനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മിക്സിൽ അതിലാദ്യം വെക്കും. നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണം. ഒരുപാട് വേണ്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് കരിയേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇട്ടിട്ട് കുറച്ച് മല്ലിയില, പകുതി നമ്മൾ പിന്നെ മുകളിലിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ചേ ഉള്ളൂ. ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആരും അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തോളൂ. നമുക്ക് ആവശ്യമുള്ളത് ഇടാം. കൂടുതലിടണമെങ്കിലും ഇടാം, കുറച്ചിടണമെങ്കിലും ഇടാം. കുറച്ച് ഞാൻ ഇതിലേക്ക് കുക്കറിൽ വേവിച്ച ചോറ് നമ്മൾ കട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും ചെയ്യണം. ഇപ്പോൾ എല്ലാവരും ബിരിയാണി മന്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ്. ഇതാകുമ്പോൾ നമ്മൾ ഇറച്ചി ഇതിൽ കൂടെ മിക്സ് ചെയ്യൂല, വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണത്. ഈ ഇറച്ചി കൂട്ടാത്തവർക്ക് വെറുതെ ഇത് കളർ ചേർക്കൂല. ഇങ്ങനെയല്ലേ ഇരിക്കണം. നമ്മളൊന്ന് ഇങ്ങനെ ചെറുതീരിട്ട് ഇതാക്കാം. ഇതൊന്ന് മുരിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടാതെ എടുക്കാം. അങ്ങനെ ഉണ്ടാക്കും. ആവശ്യത്തിന് കുറച്ച് നെയ്യ് മാത്രം ഞാൻ ചേർത്ത് സൈഡ് കൂറും തിരിച്ചിട്ട് കൊടുക്കും. സൈഡ് ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ മൂടി ചെറുതീയിൽ നമ്മളിങ്ങനെ വെച്ച് അപ്പം ഈ നെയ്യെല്ലാം അതിൽ ഊറി ഇറങ്ങി നല്ല റെഡിയാവും. ബാക്കി ഇനി അടുത്തത് ചിക്കൻ കറി. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ വെക്കാം. റൈസിനുള്ള ചിക്കൻ കറി കൂടെ വെക്കാം. ആവശ്യത്തിന് എണ്ണ നമുക്ക് ഉള്ളിയൊക്കെ വാട്ടിൽ കുറച്ചെണ്ണ. നമുക്കിവിടെ ആ ചിക്കൻ കറി വെക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു 5-6 ചെറിയ ഉള്ളി, ബാക്കി നമ്മൾ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റാക്കിയതാണ്. പിന്നെ ഇത്തിരി മല്ലിയില, ഒരു 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില. ഇത്രയും കൂടെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കും. ആദ്യം നമ്മൾ സവാള ഉള്ളി നല്ലപോലെ വഴറ്റണം. കടുവിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കടുക് ഇട്ടിട്ടുണ്ട്, നമ്മൾ വിട്ടുപോയതാണ്. നമ്മൾ അടുത്തതാ ആ സവാളയെ കൂടെ നമ്മൾ തക്കാളി ആഡ് ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ ഇതിലോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തോളൂ. ഇപ്പം നമ്മൾ 1 കിലോ ചിക്കനാണ് ഇത്രയും സവാള ഒഴിച്ചിരിക്കണം. ഇരട്ടി വെച്ചിരിക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാൽ മതി. അറിയാമല്ലോ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയണം. നമ്മൾ ആവശ്യത്തിന് ഉണ്ടാവും. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കണം. 1 കിലോ ചിക്കനാണ് നമ്മൾ ഇത്രയും ഉള്ളി ഇട്ടത്. ഉള്ളി അത്രയും ഇട്ടെങ്കിൽ ഇപ്പോൾ
വാടി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് കണക്കായത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒരു 10 മിനിറ്റ് മുമ്പേ ഇതൊന്ന് പുരട്ടി വെച്ചിരുന്നതാണ്. എന്താണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കറിയെന്ന്. പക്ഷേ ചിക്കൻ്റെ പുറത്തുള്ള ഒരു പൊടികളും ഞാൻ ഈ ചിക്കൻ കറിയിൽ ആഡ് ചെയ്യുന്നതല്ല. ഇതെല്ലാം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന മസാല കൂട്ടുകളാണ് ഇതിടുന്നത്. നമ്മളിനി ഇതിൽ കിടന്ന് എല്ലാം കൂടെ ഒന്ന് അറിയാം, അറിയാം. എന്നാലും ഞാൻ എൻ്റെ രീതിയിലുള്ളതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇടുന്നതേ ഉള്ളൂ. അറിഞ്ഞുകൂടാത്തവരുമുണ്ട്, അറിയണവരുമുണ്ട് പറയും. അതുകൊണ്ട് എല്ലാവരും ആണുങ്ങൾക്കും വയ്ക്കാം, എല്ലാവർക്കും വയ്ക്കാം. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന പയ്യന്മാരൊക്കെ ജോലിക്ക് വന്നു ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നവർക്കൊക്കെ അത് വയ്ക്കാം. കണ്ടായി കണ്ട് എളുപ്പം വെച്ചെടുക്കാമെന്നുള്ളത്. ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കില്ല. ഈ ചിക്കനിൽ ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് തിളച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ മൂടിയിട്ടിട്ടാണ് ഞാൻ അടുത്ത മസാല നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മളെ ഇറച്ചിതാ ഒരാരെ പരിപാലിക്കുന്നത്. നമ്മൾ അടുത്തിന് 2 സ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ. ഞാൻ 2 സ്പൂണ് അത്ര മതി. 2 സ്പൂൺ നിറച്ച് വെക്കണം. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് 1.5 സ്പൂണ് മല്ലിപ്പൊടി നമ്മുടെ വാങ്ങിച്ച് കുടിപ്പിച്ച് വെച്ചിരിക്കണം. ഗരം മസാലയാണ് എന്താ 1 സ്പൂണ് അത്ര, അതും കൂടെ ഇതിൽ കൂടെ ഇടണം. ഇല്ല നമ്മൾ എല്ലാ തലേന്നും ഞാൻ ഇതിൽ ചേർക്കുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കില്ല നമ്മളൊക്കെ. പിന്നെ ഇത് നമുക്ക് ചാറ് വേണമെങ്കിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം, തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടാക്കിയ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ കറി കിട്ടും. ചിലർക്കൊക്കെ കറി വേണം. അപ്പോൾ നമ്മളിത്തിരി 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ടാ. ആ വെള്ളത്തിൽ നമ്മൾ ചിക്കൻ നേരത്തെ പുരട്ടി വെച്ചതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിലാണ് ഇതാ ഈ ചിക്കൻ കറി. ഞാൻ വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. അതിൽ കിടന്ന് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം, അങ്ങനെ ഇത്തിരി ചാറ് വേണം, അങ്ങനെ ഇത്തിരി പോലെ ഒഴിക്കുകയാണ്. ഇത്ര മതി, ചൂടുവെള്ളം ഒഴിക്കാവും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചിക്കൻ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ കൂടെ നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാര്യം ഞാൻ ഇരുമ്പേട്ടിലാണ് വെക്കുന്നത്, അത് മൂക്കിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടെ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. എന്താ റെഡി ആയിട്ടുണ്ട്. മല്ലിയില എന്നിട്ട് മൂടി വയ്ക്കുക. 2 മിനിറ്റ് സ്റ്റൗ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും വായു, നമുക്ക് ഫ്രൈഡ് റൈസ് അടുത്ത കഴിക്കാൻ പോവുകയാണ് ഞങ്ങളിന്ന്. ഓക്കെ, ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോന് കഴിക്കാൻ കൊടുക്കുകയാണ്. ഇത് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിക്കാൻ അതാ കൊടുക്കുകയാണ്. എല്ലാവരും ഇതുപോലെ നോക്കി വീട്ടിലുണ്ടാക്കി കഴിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇവൻ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുന്നതാണ്. ഒരു പപ്പടം ഉണ്ട്. ഓക്കെ, എല്ലാവരും ഇതുണ്ടാക്കിയതാ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണെന്നാണ് പറയണത്. ഞാനല്ല പറയണത്, അവനാണ് അഭിപ്രായം പറയണത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.